ഹായ് നമസ്കാരം എല്ലാവർക്കും റൈറ്റേഴ്സ് ഐഎസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനകത്ത് നിന്ന് നമ്മളുടെ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക്, അതായത് പി എസ് സിയുടെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ, അതുപോലെ തന്നെ LDC പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഈ ഒരു സീരീസിലെ രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ ഓൾറെഡി പാർട്ട് 1 നമ്മൾ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് പോയി കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പൊതുവെ അറിയപ്പെടുന്ന പേരെന്താണ്? അതായത് ഇവിടെ ചോദ്യം ഇതാണ്, ഒരു ബാങ്കിന്റെ പേരാണ് പറഞ്ഞത്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഈ പേരിലല്ല ഈ ബാങ്ക് അറിയപ്പെടുന്നത്, പൊതുവെ അറിയപ്പെടുന്ന മറ്റൊരു പേരിലാണ്. നമുക്ക് വേണ്ടത് പൊതുവെ അറിയപ്പെടുന്ന ആ പേരെന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് വേൾഡ് ബാങ്ക്, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ബാങ്ക്, ഓപ്ഷൻ സി സെൻട്രൽ ബാങ്ക് ആൻഡ് ഓപ്ഷൻ ഡി നബാർഡ്. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു രീതിയിലേക്ക് നമുക്ക് ആൻസറിലേക്ക് എത്താം. നമുക്ക് ഇതിനകത്ത് പൂർണ്ണമായിട്ട് നമുക്ക് തെറ്റെന്ന് പറഞ്ഞ ആ ഒരു ചോദ്യങ്ങളൊക്കെ ഒന്ന് ഓപ്ഷൻസ് ഒഴിവാക്കിയിട്ട് നമുക്ക് ശരിയിലേക്ക് എത്താം. നമുക്കറിയാം ഇന്റർനാഷണൽ ബാങ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നബാർഡ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ബാങ്ക് അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് നമുക്ക് ഒഴിവാക്കാം. അല്ലേ, രണ്ടും ഇന്റർനാഷണൽ അല്ല. ഇന്റർനാഷണൽ പ്രവർത്തിക്കുന്നുണ്ടോ, എന്നാലും രണ്ട് ഇന്റർനാഷണൽ ബാങ്ക് അല്ല. പിന്നെ നമുക്കുള്ളത് വേൾഡ് ബാങ്കും സെൻട്രൽ ബാങ്കുമാണ്. നമ്മുടെ രാജ്യത്ത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന RBI ആണ്. ഓക്കെ, അതിന് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ എന്നൊരു പേര് നമ്മൾ കേട്ടില്ല. പിന്നുള്ളത് വേൾഡ് ബാങ്ക് ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം വേൾഡ് ബാങ്ക് ആണ്. അപ്പം ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പൊതുവെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ആ ബാങ്ക് പൊതുവെ അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് വേൾഡ് ബാങ്ക് എന്നാണ്. ഓക്കെ, നമുക്കിനി വേൾഡ് ബാങ്കിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വേൾഡ് ബാങ്ക്, ഈ വേൾഡ് ബാങ്ക് രൂപീകരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ എന്തൊക്കെ ചേർന്നിട്ടാണ്, ഏതൊക്കെ സംഘടനകൾ ചേർന്നിട്ടാണ് വേൾഡ് ബാങ്ക് രൂപീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് സംഘടനകളാണ് അത്. ഒന്നെന്ന് പറയുന്നത് IBRDയും IDAയും. IBRD ആൻഡ് IDA. IBRD എന്ന് പറയുന്നത് അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക് എന്നാണ് IBRDയും. അതുപോലെ തന്നെ അന്താരാഷ്ട്ര വികസന സംഘടനയാണ് IDA. ഇത് രണ്ടും ചേർന്നിട്ടാണ് ലോക ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് സംഘടനകളുണ്ട്, IBRD, IDA. അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്കും അന്താരാഷ്ട്ര വികസന സംഘടനയും ചേർന്നിട്ടാണ് ലോകബാങ്ക് എന്നറിയപ്പെടുന്നത്. മറ്റൊരു കാര്യം, ലോകബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് 1946-ലാണ്. ലോകബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് 1946-ലാണ്. പിന്നെ അതുപോലെ തന്നെ തേർഡ് വിൻഡോ എന്ന് അറിയപ്പെടുന്ന ഒരു സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് വേൾഡ് ബാങ്ക് ആണ്. അപ്പൊ തേർഡ് വിൻഡോ എന്നറിയപ്പെടുന്നത് ഏത് ബാങ്ക് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ലോകബാങ്കിനെയാണ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കേണ്ടത് ലോക ബാങ്കിന്റെ ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ എന്താണെന്നാണ്. ലോക ബാങ്കിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഇതാണ്: ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നുള്ളതാണ് ലോക ബാങ്കിന്റെ ആപ്തവാക്യം. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രൂപീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള രണ്ട് സംഘടനകൾ, അത് IBRD, IDA. പിന്നെ രൂപീകരിക്കപ്പെട്ട വർഷം 1946. അറിയപ്പെടുന്ന മറ്റൊരു പേര് തേർഡ് വിൻഡോ സംഘടന എന്നറിയപ്പെടുന്നു. ആപ്തവാക്യം എന്ന് പറയുന്നത് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പണനയം എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, പണനയം. അപ്പൊ നമുക്ക് ഓപ്ഷൻസ്: ധനമന്ത്രി, പ്രധാനമന്ത്രി, RBI ഗവർണർ, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്. ഇത്രയാണ് നമ്മളുടെ ഓപ്ഷൻസിനകത്തുള്ളത്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം നമുക്കറിയാം മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് പണനയം, അതായത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇക്കണോമിയിലെ പണം, അത് നമുക്കറിയാം നമ്മുടെ ഇക്കണോമിയിൽ പണം ഒരുപാട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ക്യാഷ് ഒരുപാട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ധനത്തിന്റെ സർക്കുലേഷനെ, ഈ പണത്തിന്റെ സർക്കുലേഷനെ നമ്മൾ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്തിന്റെ ഉദ്ദേശം? പണനയത്തിന്റെ ഉദ്ദേശം. അപ്പൊ നമ്മുടെ രാജ്യത്ത് പണനയം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇക്കണോമിയിൽ ഫ്ലോ ചെയ്യുന്ന പൈസ ബാലൻസ് ചെയ്യും. ഇപ്പൊ പണപ്പെരുപ്പം ഉണ്ടായാൽ, ഇൻഫ്ലേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന പണപ്പെരുപ്പത്തെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതും പണനയത്തിന്റെ ഉദ്ദേശമാണ്. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഡിഫ്ലേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫ്ലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, പണച്ചുരുക്കം ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മുടെ ഇക്കണോമിയിലേക്ക് പണം കൃത്യമായി എത്തിച്ചുകൊണ്ട് അതും ബാലൻസ് ചെയ്യേണ്ടത്
ഇതിന്റെ ഉദ്ദേശമാണ് മോണിറ്ററി പോളിസിയുടെ ഉദ്ദേശമാണ്, ആ നയത്തിന്റെ ഉദ്ദേശം മെയിനായിട്ട് അതാണ്. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ പണത്തെ അല്ലെങ്കിൽ പണത്തിന്റെ സർക്കുലേഷനെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ആണ്. അപ്പം എന്തായിരിക്കും ഇതിന്റെ ആൻസർ? മോണിറ്ററി പോളിസി രൂപീകരിക്കുന്ന RBI ആണ്. അപ്പൊ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? ഈ പറയുന്ന റിസർവ് ബാങ്ക് ഗവർണർ ആയിരിക്കും എന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. മറ്റൊന്നും നമുക്ക് നോക്കണ്ട. ധനമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല, മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവുമല്ല, റിസർവ് ബാങ്ക് ഗവർണറാണ് ഇന്ത്യൻ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം ഇതാണ്. മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. മോണിറ്ററി പോളിസി കമ്മിറ്റി എന്താണ്? മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ചതും RBI ഗവർണറുടെ നേതൃത്വത്തിലുള്ളതുമായ ഒരു സമിതിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. ഇതൊരു സമിതിയാണ്. ഇത് കുറച്ച് ആൾക്കാർ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടന പോലെയാണ് ഇത്. അപ്പം ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി ഒരു കമ്മിറ്റിയാണ്. ഓക്കെ, ഇത് രൂപീകരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ്. അപ്പൊ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകരിക്കുന്ന ആരാണ്, അല്ലെ രൂപീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആരാണ്? അത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇനി ആരുടെ നേതൃത്വത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരുടെ അധ്യക്ഷതയിലാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആരുടെ അധ്യക്ഷതയാണ്? റിസർവ് ബാങ്ക് RBI ഗവർണറാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചത് അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപം കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പണനയത്തിന്റെ ഉദ്ദേശം തന്നെയാണ്. അതായത് നമ്മുടെ ഇക്കണോമിയിലുള്ള പണത്തിന്റെ അളവിനെ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തെ അല്ലെങ്കിൽ പണച്ചുരുക്കത്തെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പോളിസിയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക. അതിലൊന്നാണ് റീപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റീപ്പോ നിരക്ക് നിശ്ചയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ത് രൂപീകരിക്കുന്നത്? മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പൊ കേന്ദ്ര സർക്കാരാണ് രൂപീകരിച്ചത്, അധ്യക്ഷൻ RBI ഗവർണറാണ്, പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കത്തെയും ബാലൻസ് ചെയ്യുക, റീപ്പോ നിരക്ക് നിശ്ചയിക്കുക, ഇതൊക്കെയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 1934 RBI നിയമത്തിന് കീഴിലുള്ള സെക്ഷൻ 45ZB പ്രകാരമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത്. ഓക്കെ, 1900 നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ 1934 റിസർവ് ബാങ്ക് നിയമത്തിന് കീഴിലുള്ള സെക്ഷൻ 45ZB പ്രകാരമാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ MPC രൂപീകരിക്കപ്പെടുന്നത്. MPCയുടെ ആദ്യ യോഗം 2016 ഒക്ടോബർ 3 മുംബൈയിൽ നടന്നത്. ഓക്കെ, 2016 ഒക്ടോബർ 3 ആദ്യത്തെ മീറ്റിംഗ് അല്ലെങ്കിൽ ആദ്യത്തെ യോഗം നടക്കുന്നത്. 2016 ഒക്ടോബർ 3 മുംബൈയിലാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി കുറഞ്ഞത് 4 തവണ, ഒരു വർഷം 4 തവണ യോഗം ചേരാറുണ്ട്. 4 വർഷം ഇവർ മീറ്റിംഗ് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ MPCയുടെ യോഗത്തിന് 4 അംഗങ്ങളാണ് കോറം എന്ന് പറയുന്നത്. 4 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് 4 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. MPCയിലെ ഓരോ അംഗത്തിനും ഓരോ വോട്ടുണ്ട്. വോട്ടുകളുടെ തുല്യതയുണ്ടെങ്കിൽ ഗവർണർക്ക് രണ്ടാമത്തെ അല്ലെങ്കിൽ കാസ്റ്റിംഗ് വോട്ടുണ്ട്. ഓക്കെ, ഇൻ കേസ് ഇതിനകത്തിലെ വോട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ വോട്ടിങ്ങിന് ഓരോരുത്തർക്കും ഓരോ വോട്ടാണ്. അപ്പം ഈ വോട്ടിംഗ് സമയത്ത് എന്തെങ്കിലും തുല്യത വരുമ്പോൾ ഗവർണർക്ക് ഇടപെടാം, അല്ലെങ്കിൽ ഗവർണറുടെ കാസ്റ്റിംഗ് വോട്ട് ഉണ്ട്. ഓക്കെ, അടുത്തത് ഓരോ 6 മാസത്തിലൊരിക്കൽ പണപ്പെരുപ്പത്തിന്റെ ഉറവിടങ്ങളും 6 മുതൽ 18 മാസത്തേക്കുള്ള പണപ്പെരുപ്പത്തിന്റെ പ്രവചനങ്ങളും വിശദീകരിക്കുന്നതിന് മോണിറ്ററി പോളിസി റിപ്പോർട്ട് എന്ന പേരിൽ ഒരു രേഖ റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം മോണിറ്ററി പോളിസിയെ കുറിച്ച് പറഞ്ഞു. മറ്റൊന്ന് മോണിറ്ററി പോളിസി റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ, അതായത് ഓരോ 6 മാസം കൂടുമ്പോൾ ഈ പറയുന്ന റിസർവ് ബാങ്ക് എന്ത് ചെയ്യണം? മോണിറ്ററി പോളിസി റിപ്പോർട്ട് തയ്യാറാക്കണം. ഇത് പണപ്പെരുപ്പത്തെക്കുറിച്ചും അല്ലെങ്കിൽ പണച്ചുരുക്കത്തിനെ കുറിച്ചും ഇതിന്റെ ഉറവിടങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് മോണിറ്ററി പോളിസി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് ഓരോ 6 മാസത്തിലൊരിക്കലും ഈ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കി അവതരിപ്പിക്കണം. അത് റിസർവ് ബാങ്കാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. അപ്പോൾ മോണിറ്ററി പോളിസി റിപ്പോർട്ട്, മോണിറ്ററി പോളിസി റിപ്പോർട്ട്. ഓക്കെ, ഇത് പ്രസിദ്ധീകരിക്കുന്ന ആരാണ്? RBI ആണ്. 6 മാസത്തിലൊരിക്കലാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടത്. അതായത് അതുപോലെ തന്നെ പണപ്പെരുപ്പത്തെ പറ്റി, ഇൻഫ്ലേഷനെ കുറിച്ച്, അതിന്റെ സോഴ്സസ് എന്തൊക്കെയാണെന്നതിനെ കുറിച്ചാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി, മോണിറ്ററി പോളിസി റിപ്പോർട്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്. ധനകാര്യ കമ്മീഷൻ എന്താണ് ധനകാര്യ കമ്മീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധം അവലോകനം ചെയ്യാൻ ഓരോ 5 വർഷത്തിലും
രാഷ്ട്രപതി നിയമിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനം. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. കേന്ദ്രം സംസ്ഥാനം ഇവർ തമ്മിലുള്ള സാമ്പത്തിക ബന്ധം അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 5 വർഷത്തിൽ രൂപീകരിക്കപ്പെടുന്നത്. അതുപോലെ ഓപ്ഷൻ ബി എന്ന് പറയുന്ന കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്ഥിരം സ്ഥാപനം. ഓക്കെ, ഒരു സ്ഥിരം സ്ഥാപനം. ഓപ്ഷൻ സി ഗവൺമെന്റിനായി വാർഷിക ബജറ്റുകൾ തയ്യാറാക്കുന്നതിനുള്ള സ്ഥാപനം. അടുത്തതെന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിനുള്ള സ്ഥാപനം. ഇത്രയാണ് നമുക്ക് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ ഇപ്പൊ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ധനകാര്യ കമ്മീഷൻ എന്തെന്നൊന്ന് മനസ്സിലാക്കാം. ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ നമുക്ക് നേരെ ഇൻഫർമേഷനിലേക്ക് പോവാം. എന്താണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ? ഫിനാൻസ് കമ്മീഷൻ, ഓക്കെ, ഇതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ചില റവന്യൂ സ്രോതസ്സുകൾ വിനിയോഗിക്കുന്നതിനുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. അതായത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ നമ്മുടെ രാജ്യത്തുള്ള റവന്യൂ റിസോഴ്സുകളുണ്ട്. ഇതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഇതെങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഓർക്കുക. ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. രണ്ടിനകത്തും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. പിന്നെ ഏത് ആർട്ടിക്കിളാണ് ഫിനാൻസ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 280 പ്രകാരം. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. ഇനി ആരാണ് ഇത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഇത് സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 280 ആണ്. പ്രസിഡന്റ് ആണ് ഈ പറയുന്ന ഫിനാൻസ് കമ്മീഷൻ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ നിർവചിക്കുന്നതിന് ഇത് രൂപീകരിച്ചത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ നിർവചിക്കുന്നതിന് ഇത് സൃഷ്ടിച്ചത് 1951 ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഓരോ 5 വർഷത്തിലും രാഷ്ട്രപതി ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ 5 വർഷത്തിലും രാഷ്ട്രപതി രൂപീകരിക്കുന്നു. അപ്പോൾ ഇതൊരു സ്ഥിര സ്ഥാപനമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ധനകാര്യ ബന്ധത്തെക്കുറിച്ച് അവലോകനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 280 പ്രസിഡന്റാണ് രൂപീകരിച്ചത്. ഓരോ 5 വർഷത്തിലും രൂപീകരിക്കുന്നു. അപ്പൊ നമുക്കിനി ചോദ്യത്തിലേക്ക് പോവാം. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. 5 വർഷത്തിലും രാഷ്ട്രപതി നിയമിക്കുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പം ഓപ്ഷൻ എ ആണ് നമുക്ക് ശരിയായിട്ടുള്ളത്. ബാക്കിയുള്ളതിനകത്ത് സ്ഥിര സ്ഥാപനം എന്ന് പറഞ്ഞാൽ സ്ഥിര സ്ഥാപനമല്ല. പിന്നെ വാർഷിക ബജറ്റ് തയ്യാറാക്കുന്നതല്ല. പഞ്ചവത്സര പദ്ധതി ധനസഹായം കൊടുക്കുന്നതുമല്ല. ഓക്കെ, അപ്പം ഇതാണ് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് പണനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കുറച്ചു മുമ്പേ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി? ഓക്കെ, ഓപ്ഷൻ എ പാർലമെന്റ് പണവിതരണം നിയന്ത്രിക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി പണത്തിന്റെ വിതരണം നിയന്ത്രിക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണി പണവിതരണത്തെ നിയന്ത്രിക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നത് ഒന്നുമല്ല. ഇതാണ് നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, പണനയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ സിമ്പിൾ ആയിട്ട് പറയാമല്ലോ, പാർലമെന്റിന് ആയിട്ട് ബന്ധമില്ല. ഓപ്ഷൻ ബി അന്താരാഷ്ട്ര വിപണി, അത് ബന്ധമില്ല. അപ്പം ഇതല്ല, ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി അല്ല. പിന്നെ ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി പണത്തിന്റെ വിതരണം നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? പണനയം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇക്കണോമിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന പൈസയുടെ ക്യാഷ് ഫ്ലോയെ കൺട്രോൾ ചെയ്യുക, ക്യാഷ് ഫ്ലോ ബാലൻസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പണനയം പുറത്തിറക്കുന്നത്. പണനയം പുറത്തിറക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ്, അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി ആണ്. പാർലമെന്റ് അല്ല, അന്താരാഷ്ട്ര വിപണിയല്ല, ഒന്നുമല്ല. പാർലമെന്റുമായിട്ട് ബന്ധമില്ല. ഓക്കെ, അടുത്ത ചോദ്യം, വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് വായ്പ നൽകുന്ന നിരക്കിനെ നമ്മൾ എന്ത് വിളിക്കും?
ഓക്കെ, വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് വായ്പ നൽകുന്ന നിരക്കിനെ എന്താണ് വിളിക്കുന്നത്? ഓക്കെ, നമ്മൾ അതിന് പറയുന്ന പേരാണ് റീപ്പോ നിരക്ക് എന്ന് പറയും. റീപ്പോ നിരക്ക്. അതായത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നമുക്ക് കസ്റ്റമേഴ്സ്, നമ്മൾ സാധാരണ ആൾക്കാർക്ക് പൈസ ലഭ്യമാകുന്ന കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്നാണ്. ഓക്കെ, ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ധനസഹായം അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോൺ അവൈൽ ചെയ്യുന്ന സമയത്ത് ഒരു പലിശ ഈടാക്കും, ഒരു ഇൻട്രസ്റ്റ് ഈടാക്കും. അതിന്റെ പേരാണ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റിസർവ് ബാങ്ക്, വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് വായ്പ നൽകുന്ന നിരക്കിനെയാണ് പറയുന്ന പേര് റീപ്പോ നിരക്ക് എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയമിച്ചത്. അപ്പൊ ബൽവന്ത് റായ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി നിയമിക്കപ്പെട്ടതെന്നാണ് നമ്മുടെ ചോദ്യം. ഒന്നെന്ന് പറയുന്നത് ശിശുക്ഷേമ പരിപാടി രൂപീകരിക്കുക, രണ്ട് തൊഴിലാളി ക്ഷേമ പരിപാടി രൂപീകരിക്കുക, ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി വികസന പദ്ധതികൾ പരിശോധിക്കുക, ഓപ്ഷൻ ഡി ദേശീയ സുരക്ഷാ നയം രൂപീകരിക്കുക. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി വികസന പദ്ധതികൾ പരിശോധിക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ CDP, ആ പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയമിക്കപ്പെട്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ കുറിച്ച് നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെയും ദേശീയ വിപുലീകരണ സേവനത്തിന്റെയും പ്രവർത്തനം പരിശോധിക്കാൻ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയോഗിച്ചു. അതായത് CDPയെ കുറിച്ച് പഠിക്കാനാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയമിക്കപ്പെടുന്നത്. ഓക്കെ, 1957 ഈ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. 1952 നമുക്ക് CDP എന്ന് പറയുന്ന പ്രോഗ്രാം, അതായത് ഒന്നാമത്തെ 5 ഇയർ പ്ലാനിലായിരിക്കും ആയിരുന്നു. അപ്പോൾ CDP എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പരിശോധിക്കാനാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വരുന്നത്. 1957 ഈ കമ്മിറ്റി നിയമിക്കപ്പെടുന്നത്. ബൽവന്ത് റായ് മേത്തയായിരുന്നു ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ, നമുക്കറിയാം അല്ലെ. ബൽവന്ത് റായ് മേത്തയായിരിക്കും, അതുകൊണ്ടാണ് ഈ കമ്മിറ്റിക്ക് അങ്ങൊരു പേര് വന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ത്രിതല പഞ്ചായത്ത് രാജ് ഘടന സ്ഥാപിക്കാൻ ബൽവന്ത് റായ് മേത്ത ശുപാർശ ചെയ്തു. അപ്പം ഈ കമ്മിറ്റി 1957 വന്നതിന് ശേഷം എന്ത് ശുപാർശയാണ്, എന്ത് റെക്കമെൻഡേഷൻ ആണ് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ത്രിതല പഞ്ചായത്ത് രാജ് ഘടന, 3 തലത്തിലുള്ള ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരാൻ ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജിന്റെ ഘടന എന്ന് പറയുന്നത് 3 തരത്തിലാണ്. ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത് തലത്തിലുണ്ട്, ഗ്രാമതലത്തിലുണ്ട്, ബ്ലോക്ക് തലത്തിലുണ്ട്, ജില്ലാ തലത്തിലുണ്ട്. ഓക്കെ, അപ്പൊ 3 തലത്തിലുള്ള ത്രിതല പഞ്ചായത്ത് രാജ് ഘടന രൂപീകരിക്കാൻ ബൽവന്ത് റായ് മേത്ത ശുപാർശ ചെയ്തു. ഗ്രാമതലത്തിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്ത് സമിതി, ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്ത്. അപ്പൊ 3 തലങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഗ്രാമം, ബ്ലോക്ക്, ജില്ല. അപ്പൊ ഗ്രാമതലം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് തലം പഞ്ചായത്ത് സമിതി, ജില്ലാതലം ജില്ലാ പരിഷത്ത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കുറെ റെക്കമെൻഡേഷൻസ് കൊണ്ടുവന്നു. ഫൈനലി ആ റെക്കമെൻഡേഷൻസ് അക്സെപ്റ്റ് ചെയ്തത്, അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിനെ സ്വീകരിക്കും അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തത് ഏതാണ്? നമ്മളുടെ ദേശീയ വികസന കൗൺസിലാണ്, NDC. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. NDC ആണ് പ്ലാനുകളുടെയൊക്കെ ഒരു ഫീസിബിലിറ്റിയെ കുറിച്ച്, അത് നമുക്ക് പ്രാവർത്തികമാണോ, ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പരിശോധിക്കുന്ന NDC ആണ്. അങ്ങനെ NDC പ്ലാനുകളൊക്കെ പരിശോധിച്ചിട്ട് 1958 ഈ കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞ 57 വരുന്നു. ശുപാർശകൾ മുന്നോട്ട് വെക്കുന്നു. ത്രിതല പഞ്ചായത്ത് ഘടന, ഗ്രാമപഞ്ചായത്ത്, അതുപോലെ തന്നെ പഞ്ചായത്ത് സമിതി, പിന്നെ ജില്ലാ പരിഷത്ത്. ഇങ്ങനെ 3 തലത്തിലുള്ള ഒരു ത്രിതല പഞ്ചായത്ത് രാജ് ഘടന മുന്നോട്ട് വെച്ചു ആര്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാണ്? നമുക്കറിയാം PC മഹൽനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ, ISI. ഓക്കെ, നമുക്കിനി നോക്കാം എന്താണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇതൊരു പൊതു ഗവേഷണ സർവകലാശാലയാണ്. ഇതൊരു റിസർച്ച് യൂണിവേഴ്സിറ്റിയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്ത് ഒക്കെയാണ് അവിടെ റിസർച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ഇതിന്റെ ഒരു മുദ്രാവാക്യം എന്തെന്ന് നോക്കാം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നാണ്, അല്ലെ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് ഈ ISIയുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലെ ബോൺ ഹൂഗ്ലി അല്ലെങ്കിൽ ബാരനഗർ ആണ് ഈ ISIയുടെ ആസ്ഥാനം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലെ ബോൺ ഹൂഗ്ലി അല്ലെങ്കിൽ ബാരനഗർ ആണ്. കൂടാതെ ഇതിന്റെ റീജിയണൽ ഓഫീസുകളുണ്ട്. ഡൽഹിയിൽ ഓഫീസുണ്ട്,
ഡൽഹിയിലുണ്ട്, ബംഗാളിലുണ്ട്, ചെന്നൈ, ഗിരിദിഹ്, ഇങ്ങനെ പല 4 ഓഫീസുകൾ അനുബന്ധ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. മെയിൻ ഓഫീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് കൊൽക്കത്തയിലെ ബോൺ ഹൂഗ്ലി അല്ലെങ്കിൽ ബാരനഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ISIയുടെ, അതായത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞു ഇതൊരു ഗവേഷണ സ്ഥാപനമാണ്. എന്താണ് ഗവേഷണം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ സ്ഥിതിവിവര കണക്കുകളെ കുറിച്ച് കളക്ട് ചെയ്യപ്പെടുന്ന സ്ഥിതിവിവര കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുക, എന്നിട്ട് ഈ ഗവേഷണം നടത്തിയതിനു ശേഷം ഈ വിവരങ്ങൾ എങ്ങനെ പ്രായോഗിക തലത്തിൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് ISI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ISIയുടെ പ്രാഥമിക പ്രവർത്തനം എന്ന് വെച്ചാൽ സ്ഥിതിവിവര കണക്കുകളുടെ റിസർച്ച്, അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്, അതുപോലെ തന്നെ ഈ കണക്കുകളൊക്കെ എങ്ങനെ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന് കീഴിലാണ് ISI വരുന്നത്. ഇനി നമുക്ക് ചോദിക്കാം, ISI എന്നുള്ള സ്ഥാപനം ഇന്ത്യ ഗവൺമെന്റിന്റെ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നതെന്ന് ചോദിക്കും. അത് ഇതാണ്, കൃത്യമായിട്ട് ഓർത്തു വെച്ചോളുക. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന് കീഴിലാണ് ISI വരുന്നത്. ഇനി സ്ഥാപിക്കപ്പെട്ട ഡേറ്റ് ചോദിച്ചാൽ 1931 ഡിസംബർ 17 ISI സ്ഥാപിച്ചത് പ്രൊഫസർ PC മഹൽനോബിസ് ആണ്. 1959 ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമപ്രകാരം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ISI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായി, ഒരു ദേശീയ പ്രാധാന്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി, ഒരു ദേശീയ സ്ഥാപനമായിട്ട് മാറി. അപ്പൊ 1931 രൂപീകരിക്കപ്പെട്ടെങ്കിലും 1951 പാർലമെന്റ് നിയമം പാസാക്കി. ആ നിയമം കൊണ്ടുവന്നതിലൂടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയാണ് സംഭവിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് ലേയ്സസ് ഫെയർ? നോക്കാം. ഓപ്ഷൻ എ സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ, ഓപ്ഷൻ ബി നിയന്ത്രിത സമ്പദ് വ്യവസ്ഥ, ഓപ്ഷൻ സി സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാതിരിക്കുക. ഇവയൊന്നുമല്ല. ലേയ്സസ് ഫെയർ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക നയമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, സമ്പദ് വ്യവസ്ഥ ആണോ എന്ന് ചോദിച്ചാൽ, സമ്പദ് വ്യവസ്ഥയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു നയമാണ്. അപ്പം ഇതിനകത്തില് നയം എന്ന് പറയുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ലേയ്സസ് ഫെയറിന്റെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നോക്കാം. ലേയ്സസ് ഫെയർ എന്നത് വ്യവസായത്തിന്റെയും ബിസിനസിന്റെയും കാര്യങ്ങളിൽ ഇടപെടാതെ തൊഴിൽ സാഹചര്യങ്ങൾ സജ്ജമാക്കാൻ അനുവദിക്കുന്ന സാമ്പത്തിക നയം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്ത്, ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിലും മറ്റ് സംരംഭങ്ങളാണെങ്കിലും ശരി, അതിന്റെ കാര്യങ്ങളിലേക്ക് സർക്കാർ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരാതിരിക്കുക. സർക്കാർ ഫ്രീ ആയിട്ട് അവരെ ബിസിനസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അതിലൂടെ അവർ തൊഴിൽ മേഖല വികസിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശം ആണ് എന്ന് പറയുന്നത് ലേയ്സസ് ഫെയർ എന്ന് പറയുന്ന സാമ്പത്തിക നയം എന്ന് പറയുന്നത്. ഈ നയം സർക്കാർ നിയന്ത്രണമില്ലാത്ത സ്വതന്ത്ര വിപണിയെ അനുകൂലിക്കുന്നു. ഒരു ഫ്രീ മാർക്കറ്റിന്റെ ഒരു വരവാണ് ഈ ഒരു നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെയ്യട്ടെ എന്നർത്ഥമുള്ള ഒരു ഫ്രഞ്ച് പദത്തിൽ ലേയ്സസ് ഫെയർ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രഞ്ച് വാക്കാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഡു ഇറ്റ്, ലെറ്റ് മീ ഡു ഇറ്റ്, അല്ലെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള അർത്ഥം വരുന്ന ലേയ്സസ് ഫെയർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എന്ത് വരുന്നത്? ഈ ഒരു സാമ്പത്തിക നയം രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്: ഇനി പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള രീതി അല്ലാത്തത്? അപ്പൊ നമ്മൾ മുൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. ദേശീയ വരുമാനം, GDP, GNB ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് രീതികളുമുണ്ട്. അതിനകത്ത് ആ രീതികളിൽ ഉൾപ്പെടാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. വരുമാന രീതി, മൂല്യവർദ്ധിത രീതി, ചെലവ് രീതി. അപ്പം വരുമാന ഇൻകം മെത്തേഡ്, മൂല്യവർദ്ധിത രീതി, വാല്യൂ ആഡഡ് മെത്തേഡ്, ചെലവ് രീതി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, കയറ്റുമതി ഇറക്കുമതി, എക്സ്പോർട്ട് ഇമ്പോർട്ട്. അങ്ങനത്തെ രീതി അല്ലാത്തത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ആണ്. അപ്പം നമ്മുടെ ആൻസർ D ആണ്. അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് മെത്തേഡ് അനുസരിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്നില്ല. നമുക്ക് ആകെ ഈ 3 മെത്തേഡ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ: വരുമാനം, മൂല്യവർദ്ധിതം, ചെലവ്. ഇങ്ങനെ 3 രീതിയാണ്. ഈ 3 രീതി ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം പറഞ്ഞത് ഏതാണ്? ഈ പറയുന്ന പ്രൊഡക്റ്റ് മെത്തേഡ്. ഓക്കെ, അതായത് മൂല്യവർദ്ധിത മെത്തേഡ് എന്ന് പറയും. ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ, ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു വർഷത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ എക്കണോമിയിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും ഫൈനൽ ഗുഡ്സിന്റെ അന്തിമ വാല്യൂ
അതെത്രയാണെന്ന് കണക്കാക്കുക. അതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ മറ്റൊരു പ്രൊഡക്റ്റ് മെത്തേഡ് നമ്മൾ പറയാം. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, പ്രൊഡക്റ്റ് മെത്തേഡ് അതായത് അന്തിമ സാധനങ്ങളുടെ വാല്യൂ. അപ്പൊ അന്തിമ സാധനം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. കാർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു അന്തിമ സാധനമാണ്. കാരണം ഈ കാർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് മറ്റൊരു ചേഞ്ച് ഇല്ല. അപ്പൊ കാർ വാങ്ങുന്ന ഒരു കസ്റ്റമർ നേരിട്ട് ആ കാർ അങ്ങ് ഉപയോഗിക്കുക ചെയ്യുന്നത്. ഓക്കെ, അതായത് ഉടനടി ഉപയോഗിക്കുക. അത്തരം പ്രൊഡക്റ്റുകളാണ് അന്തിമം, അല്ലെങ്കിൽ അത്തരം ഉൽപ്പന്നങ്ങളാണ് അന്തിമ സാധനങ്ങൾ അല്ലെങ്കിൽ അന്തിമ ഉൽപ്പന്നം എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം നമ്മൾ പഞ്ചസാര എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് അന്തിമ സാധനമാണെന്ന് തോന്നും, പക്ഷെ അത് മറ്റൊരു ഉപയോഗത്തിലേക്ക് പോകുന്നുണ്ട്. ചായ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ നേരിട്ട് കൺസ്യൂം ചെയ്യുന്നില്ല. അത്തരത്തിലുള്ളത് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം അന്തിമ സാധനങ്ങളുടെ പണം മൂല്യം എത്രയാണോ അതിലൂടെ അത് മനസ്സിലാക്കുന്നതിലൂടെ കണ്ടെത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം മെത്തേഡ്. ഓക്കെ, ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫാക്ടർ വരുമാനങ്ങളുടെ ഒരു സർക്കുലേഷൻ എന്ന രീതിയിൽ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് ഇൻകം മെത്തേഡ്. അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരു സംരംഭം പ്രവർത്തിക്കുന്ന സമയത്ത് അതിന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 പ്രധാനമായിട്ടുള്ളത്: തൊഴിൽ, ഭൂമി, മൂലധനം, സംരംഭകത്വം. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഏത് പ്രൊഡക്റ്റും സർവീസും നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വരും. തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഭൂമി, അതായത് നമ്മളുടെ ഈ എന്ത് സ്ഥാപനമാണോ നിലനിൽക്കുന്നത് അതിന് ഭൂമിയുണ്ട്, അതിന് ലാൻഡ് വേണം, മൂലധനം വേണം, ക്യാപിറ്റൽ വേണം, സംരംഭകത്വം വേണം. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഇപ്പൊ തൊഴിലാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയാണ്? കൂലി, സാലറി ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിന് ഭൂമിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഭൂമിക്ക് വാടക കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാടക ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂലധനമാണെന്നുണ്ടെങ്കിൽ അതിന് പലിശ നമ്മൾ കൊടുക്കുന്നുണ്ട്. സംരംഭകത്വം ഒക്കെ ഇങ്ങനെ ലാഭം, സംരംഭകത്വത്തിന് കിട്ടുന്ന ലാഭമാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ, ശമ്പളം, പണം, പലിശ, റെന്റ്, ലാഭം, ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു ഇൻകം ഉണ്ട്. ആ ഇൻകം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനാണ് നമ്മൾ ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, വരുമാന രീതി എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്ന് പറയുന്നത് വിപണി വിലയിൽ നമ്മൾ ഒരു സാധനത്തിന് എത്ര രൂപ ചെലവഴിക്കുന്നു എന്നതിന്റെ കണക്കനുസരിച്ച് നമ്മൾ എന്തെന്ന് പറയുന്നു, അതിനെ നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചെലവ് രീതി എന്ന് പറയുന്നു. അപ്പൊ വിപണി വിലയിൽ, അതായത് ഒരു അന്തിമ പ്രൊഡക്റ്റിന്, അന്തിമ ഉൽപ്പന്നത്തിന് നമ്മൾ വിപണിയിൽ എത്ര രൂപയാണ് ചെലവാക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവാക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കാറുണ്ട്. അപ്പൊ നമ്മൾ 3 രീതിയിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന: വരുമാന രീതി, മൂല്യവർദ്ധിത രീതി, ചെലവ് രീതി. ഇപ്പൊ കയറ്റുമതി ഇറക്കുമതി രീതി ഇല്ല, അങ്ങൊരു മെത്തേഡേ ഇല്ല. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി പറയുന്നവയിൽ ഏതാണ് തൃതീയ മേഖലയുടെ കീഴിൽ വരാത്തത്? അപ്പം തൃതീയ മേഖല, നമ്മൾ 3 തരത്തിലുള്ള എക്കണോമി സെക്ടേഴ്സ് ഉണ്ട്, 3 മേഖലകളുണ്ട്. നമ്മൾ അതിനെ പ്രൈമറി, അല്ലെന്നുണ്ടെങ്കിൽ പ്രാഥമികം, സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയം, ടേർഷറി അല്ലെങ്കിൽ തൃതീയം, ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഗതാഗതം, വ്യാപാരം, ബിസിനസ്, സേവനങ്ങൾ, ഇതെല്ലാം തൃതീയ മേഖലയിലാണ് വരുന്നത്. ഗതാഗതം തൃതീയ മേഖലയാണ്, വ്യാപാരം തൃതീയ മേഖലയാണ്, ബിസിനസ് സേവനങ്ങൾ എന്ന് പറയുന്നത് തൃതീയ മേഖലയാണ്, വൈദ്യുതി മാത്രം ദ്വിതീയ മേഖലയാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഖനനം, കോഴി വളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കൃഷി, വനവൽക്കരണം, ഇതെല്ലാം പ്രാഥമിക മേഖലയിൽ വരുന്ന കാര്യങ്ങളാണ്. ഖനനം വരുന്നുണ്ട്, നമ്മൾ കോഴി വളർത്തുക, മത്സ്യബന്ധനം, ഇതെല്ലാം എന്ന് പറയുന്നത് അതായത് നമ്മൾ പ്രകൃതിയിലെ വിഭവങ്ങളെ നേരിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ് പ്രവർത്തനങ്ങളാണ്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്. ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ അതിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ്, മാനുഫാക്ചറിങ് അതിനകത്ത് വരുന്നത്. അപ്പൊ അതാണ് ദ്വിതീയ മേഖലയിൽ വരുന്നത്. തൃതീയ മേഖല എന്ന് പറയുമ്പോൾ ഈ പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയിലെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് എന്തെന്ന് പറയുന്നത് തൃതീയ മേഖലയിൽ വരുന്നത്. ഇപ്പം ഇൻഷുറൻസ് വരുന്നുണ്ട്, മറ്റ് സേവനങ്ങൾ, വിനോദസഞ്ചാരം, ആരോഗ്യം, വിദ്യാഭ്യാസം, ബാങ്കിങ്, ഇതെല്ലാം തൃതീയ മേഖലയിലെ പ്രവർത്തനങ്ങളാണ്.
ഇത് വളരെ വളരെ കോമൺ ആയിട്ട് ഒട്ടുമിക്ക പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു 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 മേഖല തന്നിട്ട് ഇത്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി തരും, ഇപ്പൊ കോഴി വളർത്തൽ എന്ന് പറയുന്നത് ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യം ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് ചോദിച്ചു കാണുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് വീഡിയോയുടെ ലെങ്ത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പാർട്ടിൽ നമ്മൾ വീണ്ടും അടുത്ത ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്കും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് സന്തോഷം. ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.